ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ പറയട്ടെ. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ചന മസാല കൂടെ തന്നെ നമ്മൾ പന്നീർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കടല രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതിലേക്ക് ഒരു ബ്രിഞ്ചി ഇല, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഒരു ഏലക്ക ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളിയാണ് ലേശം ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. നമ്മളിത് എന്തായാലും വഴറ്റിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനാണ്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഇത് ആറിയതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു അളവിലേക്ക് മാത്രം വഴറ്റിയെടുത്താൽ മതി. നമുക്കിനി ഇത് മാറ്റിയിട്ട് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കത് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതേ പാത്രത്തിലാണ് നമുക്ക് കറി വയ്ക്കേണ്ടത്. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചേക്കാം. കൂടെ നമ്മുടെ കടലയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കടലയും വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്കിനി ഇത് മാറ്റി വെച്ചേക്കാം. അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പന്നീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പന്നീരിൻ്റെ ഷേപ്പുകളൊക്കെ വ്യത്യസ്തമാണെങ്കിലും ടേസ്റ്റിന് ഒരു വാക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റാണ് നമ്മുടെ പന്നീർ. അങ്ങനെ നമ്മൾ പന്നീരും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതും മാറ്റി വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ലേശം കളർ ചേഞ്ച് ചെയ്യണമല്ലോ, ഈ ഒരാൾക്ക് മാത്രം വഴറ്റിയാൽ മതി കേട്ടോ. നമ്മൾ നല്ല ബ്രൗൺ ആവുന്ന രീതിക്ക് അങ്ങനെയൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതേ പാത്രത്തിൽ തന്നെ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 3 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചൂടായതിന് ശേഷം വീണ്ടും ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നമ്മളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി ചൂടാക്കിയെടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യം അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയും ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് നല്ല മിക്സ് ആയിക്കോട്ടെ. നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ കേട്ടോ നന്നായിട്ട് തിളച്ച് വേണ്ടത്. ഇപ്പോൾ ആദ്യം വന്നിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനേക്കുള്ള ഉപ്പ്, ബാക്കി 1 ടീസ്പൂണ് സാദാ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിൻ്റെ കടലുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കണ്ടില്ല ആ ഒരു റെഡ് കളറാവുന്നത്, അതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിൻ്റെ കടലയും ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ കടല ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ട് നമ്മൾ പന്നീരുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പന്നീരും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പന്നീർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പന്നീർ ചെറുതായിട്ട് എന്തെങ്കിലും കിടന്നാൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കടിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സിമ്മിൽ വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് പന്നീരും നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു കടല മസാല എല്ലാം കൂടി അങ്ങോട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതുപോലൊരു കോമ്പിനേഷനോടുകൂടെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. എത്ര വേണമെങ്കിലും കഴിച്ചു പോകട്ടോ. അപ്പോൾ അത് ഏതിനാണെങ്കിലും എല്ലാവരും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ സൺഡേ എന്ന് പറയുന്ന സമയത്ത് 3 നേരം വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന സമയത്ത് വീറ്റ് പൊറോട്ട, പന്നീർ ചന മസാല, രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയത്. നമ്മുടെ പന്നീർ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, നല്ല അമർത്തുന്ന സമയത്ത് തന്നെ കാണും നിങ്ങൾക്ക് നല്ല ബോൾ പോലെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ കിടക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പന്നീറിൻ്റെയും ആ ഒരു ചന മസാലയും എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്